ഓക്കെ, സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേ? യെസ്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി ആണ്, അതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, 2-3 പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം, എന്ന് ബാക്കിയുള്ള പോയിന്റ്സും കൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. ഓക്കെ, എന്തൊക്കെയാണ് വരിക? റിലവൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓഫ് ദി കൺട്രി എന്തൊക്കെ വരും? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു രാജ്യത്ത് എന്തൊക്കെ വേണം, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് വേണ്ടത് എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കുക. അതിന്റെ ഫുൾ ഡെവലപ്ഡ് കൺട്രി എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ വേണം എന്നുള്ളത് ചിന്തിക്കുക. ബേസിക് ആയിട്ടുള്ള കാര്യം തൊട്ടിട്ട് ഹയർ ആയിട്ടുള്ള കാര്യം ചിന്തിക്കുക. എന്തൊക്കെയാടാ? പറ, എന്തൊക്കെ വരും? റോഡ്സ്, ബിൽഡിങ്സ്. റോഡ്, ബിൽഡിങ്സ്. ഫസ്റ്റ് നമ്മൾ പറയേണ്ട റോഡും ബിൽഡിങ്ങും അല്ല, എല്ലാവർക്കും ഹൗസസ് എന്നുള്ള രീതിയിൽ, അല്ലെ? അപ്പം റെസിഡൻഷ്യൽ ബിൽഡിങ്സ്. ഓക്കെ, നമുക്ക് നിൽക്കാൻ പറ്റുന്ന റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഹൗസ് മാത്രം അല്ലാണ്ട് കുറെ ഫ്ലാറ്റും അങ്ങനത്തെ ഉള്ള ഉണ്ടാവുമല്ലോ. അങ്ങനെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സിന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ അടുത്തത് ഈ പറഞ്ഞ റോഡ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ സംബന്ധിച്ചിട്ടുള്ള എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് റോഡ്, റെയിൽവേസ്, എയർപോർട്ട്, ഇതൊക്കെ എന്താണ് സിവിൽ എഞ്ചിനീയേഴ്സിന് ഡിസൈൻ ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതായി. ഇനി അടുത്തതോ? അങ്ങനെയാണ് ചിന്തിച്ചു നോക്ക്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതുകൂടാണ്ട് ടൗൺ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടൗൺ പ്ലാനിങ്, ഒരു ടൗണിന്റെ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം എന്നുള്ളതും സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ടൗൺ പ്ലാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ റോഡായി, നമ്മുടെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആയി, ദെൻ ബിൽഡിങ്സിന്റെ ഒക്കെ ഓക്കെ. അവിടെ എങ്ങനെ ടോയ്ലറ്റ് ആയ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ പെട്ടില്ലടാ, അല്ലാണ്ടുള്ള ചിന്തിച്ചു. പബ്ലിക് ടോയ്ലറ്റ്, ഓക്കെ, പബ്ലിക് ടോയ്ലറ്റ്. പിന്നെ ബ്രിഡ്ജസ്, കനാൽസ്. ബ്രിഡ്ജസ്, കനാൽസ്. ആ കനാലൊക്കെ വന്നപ്പോ ഇനി എന്തൊക്കെ വന്നു വേറെ? ബ്രിഡ്ജസ്, കനാൽസ്, എങ്ങനെ ടെമ്പിൾ, പള്ളി, ടാങ്ക്സ്. അങ്ങനെ ടാങ്ക്. ഈ ടാങ്ക് എന്തിനു യൂസ് ചെയ്യുന്നത്? വാട്ടർ. നമ്മുടെ വീട്ടിലുള്ള ടാങ്ക് ആണ് ഉദ്ദേശിച്ചത്? ഒരു ഹൗസ് അല്ലാണ്ട് വേറെ ഏത് ടാങ്കാ? ഇപ്പോ പബ്ലിക് വാട്ടർ. യെസ്, അവിടെ ഒരു പോയിന്റ് വന്നു, വാട്ടർ സപ്ലൈ. വാട്ടർ സപ്ലൈ സ്കീമിലെ എല്ലാ പ്ലാനിങ്സും ചെയ്യുന്നതും സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ തന്നെയാണ്. സോ അങ്ങനെ വാട്ടർ സപ്ലൈ സ്കീം ചെയ്യണമെങ്കിൽ ഈ ഒരു റിസോഴ്സസിലേക്ക് എത്തുന്ന വാട്ടർ എന്ന് പറയുന്നത് എവിടുന്ന് എടുക്കുന്നത്? ഈ ടാങ്ക് എന്ന് പറഞ്ഞല്ലോ, ആ ടാങ്കിലെ വാട്ടർ എവിടുന്ന് വരുന്നതാ? ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിന്ന്, റിവർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വാട്ടർ ബോഡിന്ന് വരുന്ന വെള്ളം കളക്ട് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സ്ട്രക്ചർ ആണ് ഈ ടാങ്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ആ ഒരു വാട്ടർ സപ്ലൈ സ്കീം മൊത്തം എന്തിന്റെ ബേസിൽ വരുന്നത്? ആരുടെ അണ്ടറിലാണ് വരുന്നത്? ഈ സിവിൽ എഞ്ചിനീയറിംഗ് പ്ലാനിങ്ങിന്റെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അല്ലാണ്ട് വേറെ എന്താ? ഈ റിവറിന്റെ എങ്ങനെ മനസ്സിലായില്ല? പ്ലംബിംഗ്. അത് ഈ വാട്ടർ സപ്ലൈന്റെ അതിൽ വന്നല്ലോ. പിന്നെന്താ വരുന്നത്? ചിന്തിച്ചു നോക്ക്. പ്ലംബിങ്ങിന്റെ കൂടെ തന്നെ ഒരു സംഭവം ഉണ്ടല്ലോ. യെസ്, ഡ്രെയിനേജ്. എന്ന് വെച്ചാൽ വേസ്റ്റ് ഡിസ്പോസൽ ആയിട്ട് നമുക്ക് കോമൺ ആയിട്ട് പറയാം. ഈ ഡ്രെയിനേജും അതുപോലെ തന്നെ വേസ്റ്റ് ഡിസ്പോസലും അതും വരുമല്ലോ. ഡ്രെയിനേജ് റോഡിന്റെ കേസിൽ തന്നെ അതങ്ങ് വന്നു. പിന്നെ എന്താ വരിക? യെസ്, ഡാമും അതുപോലെ തന്നെ കുറെ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്, അതായത് ഇലക്ട്രിക് പ്രൊഡക്ഷൻ, അതൊക്കെ സിവിൽ എഞ്ചിനീയറിംഗ് അണ്ടറിൽ വന്നില്ലേ? ഈ ഡാം കൺസ്ട്രക്ഷൻ, റിസർവോയേഴ്സ്, അതൊക്കെ വിൻഡ് മിൽസ്, അതിന്റെ ഒക്കെ പ്ലാനിങ് ആൻഡ് ഡിസൈനിങ്.
പിന്നെ ഈ വേസ്റ്റ് ഡിസ്പോസൽ പറയുമ്പോൾ തന്നെ നമുക്ക് പറയാം പൊല്യൂഷൻ കൺട്രോൾ ചെയ്യാൻ അറൗണ്ട് നമുക്ക് ഒരു സിവിൽ എഞ്ചിനീയേഴ്സിന് പറ്റുന്നുണ്ട്. അതിന്റെ എങ്ങനെയൊക്കെ നമുക്ക് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊല്യൂഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് എന്തൊക്കെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഈ ഒരു കാര്യങ്ങളൊക്കെ എന്താണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും, ഇതൊക്കെ പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കാര്യമല്ലേ പറയുന്നത്. പഴയ ബിൽഡിങ്സ് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സിവിൽ എഞ്ചിനീയേഴ്സിന്? പണ്ടത്തെ പുരാതന സമയത്തുള്ള ബിൽഡിങ്സ് ഒക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റും. അതിന് പറയാ റീഹാബിലിറ്റേഷൻ, അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഒന്നിക്കൽ അത് മൊത്തമായിട്ട് അതിനെ മാറ്റിയെടുക്കുക, അല്ലെങ്കിൽ അതിന് റീബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും, മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ പണ്ടത്തെ ഏതൊരു മോണ്യുമെന്റ്സ് നമ്മൾ എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ മോഡിഫിക്കേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ റിപ്പയറിംഗ് വർക്ക്സ് നടന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? 3 പോയിന്റ്സ് ക്ലിയർ ആയോ? നമ്മൾ എവിടെ തൊട്ട് എത്ര വരെയാ പറഞ്ഞതെന്നുള്ളത് ഓക്കെ ആണോ? പോയിന്റ്സിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ. നമുക്ക് നോക്കാം, ഓരോ പോയിന്റ്സ് നിങ്ങൾ എഴുതിയെടുക്കുക. റോൾ ഓഫ് സിവിൽ എഞ്ചിനീയർ ഇൻ ദി ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്. ഫസ്റ്റ് പോയിന്റ് ഏതായിരുന്നു? നമ്മൾ ആദ്യം തൊട്ടിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് എന്താണ്? ഏതൊരു ഹ്യൂമൻ ബീയിങ്സിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ് റെസിഡൻസ് എന്ന് പറയുന്നത്, ഹോം എന്ന് പറയുന്നത്. അപ്പൊ അത് ഫസ്റ്റ് തന്നെ. ശരിക്കും ഒരു ഹ്യൂമൻ ബീങ്സിന് ഏറ്റവും ഇമ്പോർട്ടന്റ് 3 ഫാക്ടർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് ഫാക്ടേഴ്സ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? അതിൽ ഏറ്റവും ഫസ്റ്റ് വരുന്ന ഇമ്പോർട്ടന്റ് പ്രയോറിറ്റി ഏതിനായിരിക്കും? 3 കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. എങ്ങനെ? ഫുഡ്. ഫസ്റ്റ് വൺ ഫുഡ്. സെക്കൻഡോ? വാട്ടർ. സെക്കൻഡ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങള് സാധാരണ ഒരു ഭിക്ഷക്കാരൊക്കെ ഉണ്ടാവില്ലേ, അവര് ഫസ്റ്റ് തന്നെ അവർക്ക് അവരുടെ പ്രയോറിറ്റി എന്ന് വെച്ചാൽ ഫുഡ് ആയിരിക്കും. ഒരു നേരത്തെ ഫുഡ് കഴിച്ചാലേ അവർക്ക് ഇനി ജീവിക്കാൻ പറ്റത്തുള്ളൂ. സോ ഫുഡ് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. സെക്കൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പാർപ്പിടത്തിനാണോ നോക്കുക, ഷെൽട്ടറിനാണോ നോക്കുക, എന്തെങ്കിലും ഒന്ന് മാറി ഉടുക്കാൻ വസ്ത്രത്തിനല്ലേ എന്ന് അവര് നോക്കുക അല്ലെ? അത് കഴിഞ്ഞിട്ടല്ലേ അവര് ഷെൽട്ടർ നോക്കുള്ളൂ. ഓക്കെ, ഞാൻ കോമൺ ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണേ, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ്. കൺസ്ട്രക്ഷൻ ഓഫ് റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ഇൻഡസ്ട്രി, അതായത് എല്ലാ തരത്തിലുള്ള ബിൽഡിങ്സും അത് കൺസ്ട്രക്ട് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റും? സിവിൽ എഞ്ചിനീയേഴ്സിന് പറ്റും. ദെൻ ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്. ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്, അതായത് മൊത്തത്തിൽ ആ ടൗൺ എങ്ങനെ ഇരിക്കണം, ആ സിറ്റി എങ്ങനെ ഇരിക്കണം എന്നുള്ളത് ഒരു പ്ലാൻ ആർക്ക് ഉണ്ടാക്കാൻ പറ്റും? സിവിൽ എഞ്ചിനീയേഴ്സിന് ഉണ്ടാക്കാൻ പറ്റും. ടൗൺ ആൻഡ് സിറ്റി പ്ലാനിങ്. Then construction of well planned roads, railways, harbors, airport, അതായത് എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്. കൺസ്ട്രക്ഷൻ ഓഫ് വെൽ പ്ലാൻഡ് റോഡ്സ്, റെയിൽവേസ്, ഹാർബേഴ്സ്, എയർപോർട്ട്. ചോദിക്കട്ടെ, ആ, ആർക്കിടെക്ചർ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ആ, നല്ല ക്വസ്റ്റ്യൻ. എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ആയിട്ട് സിവിൽ എഞ്ചിനീയേഴ്സിന്റെ കീഴിൽ എന്ന് പറയുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ആർക്കിടെക്ട് ഉണ്ടാക്കുന്ന ബിൽഡിങ് അധികം ഈ ഒരു നമ്മള് എന്താ പറയാ, ഈ ടിവിയിലൊക്കെ കാണുന്ന പല രീതിയിലുള്ള ഈ പ്ലാനിന്റെ ഒക്കെ അല്ലെങ്കിൽ ഈ ബിൽഡിങ്സിന്റെ ഒക്കെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും, വീട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിലൊക്കെ അധികം ആർക്കിടെക്റ്റിനെയാണ് കാണാറ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് ആർക്കിടെക്ടേഴ്സ് ഉണ്ടാക്കുന്ന ബിൽഡിങ്സിന് എന്ന് വെച്ചാല് അവർ എസ്തെറ്റിക് അപ്പിയറൻസ് ആണ് മെയിൻ ആയിട്ട്, അതായത് പുറംഭാഗം എങ്ങനെ അല്ലെങ്കിൽ നല്ല മോഡിഫിക്കേഷൻ ഉള്ള രീതിയിലാണ് അവർ, അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പിയറൻസ് ഓഫ് ദ ബിൽഡിങ്സിനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ബട്ട് സിവിൽ എഞ്ചിനീയേഴ്സ് വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്ത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക.
ക്ലിയർ ആയോ പറഞ്ഞത്? ആ വീട് എത്ര കാലം നിൽക്കും, അത് എത്രത്തോളം സ്ട്രോങ് ആക്കാൻ പറ്റും, ഈ ഒരു കാര്യം ഫുള്ള് ചിന്തിക്കുന്നത് ആരാണ്? സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതായത് ഇപ്പൊ ആർക്കിടെക്ട് ഉണ്ടാക്കിയ പ്ലാന് ശരിക്കും പറഞ്ഞാൽ അവർക്ക് തന്നെ അറിയില്ല അത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം. അവരുണ്ടാക്കുന്ന പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഹൈ ലെവൽ പ്ലാൻ ഒക്കെ ആയിരിക്കും. ഭയങ്കര എന്ന് വെച്ചാൽ സിവിൽ എഞ്ചിനീയേഴ്സിന് ചിന്തിക്കാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ രീതിയിൽ, നല്ല രീതിയിൽ പ്ലാനിങ് അവർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ബട്ട് അത് എത്രത്തോളം ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, അത് എത്രത്തോളം സ്ട്രെങ്ത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കാൻ പറ്റുന്നത് സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതിന്റെ കാര്യങ്ങളൊക്കെ സിവിലിലാണ് വരുന്നത്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ആർക്കിടെക്ട് ഉണ്ടാക്കുന്ന വീടും സിവിൽ എഞ്ചിനീയേഴ്സ് ഉണ്ടാക്കുന്ന വീടും തമ്മിൽ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ആർക്കിടെക്ട് ഉണ്ടാക്കുന്നതിന് നമ്മൾ നോക്കുമ്പോൾ ഹാ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള വീടൊക്കെ ആയിരിക്കും. പിന്നെ അല്ലാണ്ട് ഉള്ളതുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞതാണ്. കോമൺ ആയിട്ട് അവർ കൂടുതലും അപ്പിയറൻസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സിവിൽ ആവുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രെങ്ത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ. കൺസ്ട്രക്ഷൻ ഓഫ് വെൽ പ്ലാൻഡ് റോഡ്സ്, റെയിൽവേസ്, ഹാർബേഴ്സ്, എയർപോർട്ട്. നെക്സ്റ്റ്, കൺസ്ട്രക്ഷൻ ഓഫ് ഡാംസ്, water treatment plants and sewage treatment plants. ഡാം, വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്, പിന്നെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. അതായത് നമ്മൾ വാട്ടർ സപ്ലൈ സ്കീം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതായത് നമ്മളൊരു ഒരു സ്ഥലത്തേക്കുള്ള അവൈലബിലിറ്റി ഓഫ് വാട്ടർ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ടാങ്ക് സ്റ്റോർ ചെയ്ത് അത് ഒരു സ്ഥലത്തേക്ക് എത്തിക്കണമല്ലോ. അപ്പൊ അതിന് മുന്നേ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണ് ഈ വാട്ടർ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്. വാട്ടർ ട്രീറ്റ് ചെയ്തിട്ട് കൊടുക്കും. ഇപ്പൊ റിവർ എന്ന സോഴ്സിൽ നിന്ന് നമ്മൾ വാട്ടർ കളക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് ആ ടാങ്ക് കൊണ്ട് ഇടുകയല്ല ചെയ്യുക. അതിനു മുന്നേ ഈ വാട്ടർ ട്രീറ്റ് ചെയ്യും. പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്രോസസ്സുകൾ ചെയ്തിട്ട് മാത്രമേ ആ ഒരു ടാങ്കിലേക്ക് കളക്ട് ചെയ്യത്തുള്ളൂ. അതൊക്കെ ശരിക്കും ഈ സിവിലിന്റെ കുട്ടികൾക്ക് അന്ന് ഹയർ സെമ്മിൽ പഠിക്കാനുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, പല രീതിയിലുള്ള ട്രീറ്റ്മെന്റ് അവിടെ നടക്കുന്നുണ്ട്. എന്നിട്ട് മാത്രമേ പ്യുവർ ആയിട്ടുള്ള വാട്ടർ മാത്രമേ ഫോർ ഡ്രിങ്കിങ് പേർപ്പസ് കൊടുക്കത്തുള്ളൂ. ദെൻ സീവേജ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് സീവേജിന്, അതായത് വേസ്റ്റ് മെറ്റീരിയൽസിന്, വേസ്റ്റസിനെ ട്രീറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ്. അപ്പൊ അതിന്റെയൊക്കെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ സിവിൽ എഞ്ചിനീയേഴ്സ് ചെയ്യുന്നുണ്ട്. ഒരു നമ്മളൊരു സിറ്റി അല്ലെങ്കിൽ ഒരു ടൗൺ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പല രീതിയിലുള്ള സീവേജസ് ഉണ്ടാവും. സോ അതിനെയൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള ഓരോ രീതിയിലുള്ള പ്ലാൻസും അവിടെ ഉണ്ടാവും. അങ്ങനെ. ദെൻ ഡൊമസ്റ്റിക്, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അങ്ങനെ ട്രീറ്റ് ചെയ്ത് ഈ ഒരു വാട്ടറിനെ പല രീതിയിലായിട്ട് നമുക്ക് തരംതിരിക്കാം. ഏറ്റവും പ്യൂറസ്റ്റ് വാട്ടർ ആണ് നമ്മൾ ഡൊമസ്റ്റിക് പേർപ്പസിന് അല്ലെങ്കിൽ ഡ്രിങ്കിങ് പേർപ്പസിന് യൂസ് ചെയ്യുക. അതിനേക്കാളും കുറച്ചൊരു എന്താ പറയുക, കുറച്ച് ഇംപ്യൂർ ആയിട്ടുള്ള വാട്ടർ വേണമെങ്കിൽ നമുക്ക് അഗ്രികൾച്ചറിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, കുറച്ച് മണ്ണ് കലർന്ന വെള്ളമാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചെടിക്ക് നനക്കാം. ബട്ട് അത് നമുക്ക് ഡ്രിങ്കിങ് പേർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മണ്ണ് കലർന്ന വെള്ളം എന്ന് വെച്ചാൽ ഇംപ്യൂർ ആണല്ലോ. അങ്ങനെ അപ്പൊ പ്യൂരിറ്റീന്റെ ബേസിൽ നമുക്ക് ഓരോന്നിലും വാട്ടർ സപ്ലൈ സ്കീമിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ അത്രയേ ഉള്ളൂ. ഡൊമസ്റ്റിക്, അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. ദെൻ സെക്യൂർ ആൻഡ് സയന്റിഫിക് വേസ്റ്റ് ഡിസ്പോസൽ. വേസ്റ്റ് ഡിസ്പോസലിന്റെ കേസിലായാലും സിവിൽ എഞ്ചിനീയേഴ്സിന് റോൾ ഉണ്ട്. മോണിറ്ററിംഗ് പൊല്യൂഷൻ ആൻഡ് അഡോപ്റ്റിംഗ് കൺട്രോൾ മെഷേഴ്സ്. ഇപ്പൊ എന്തൊരു ബിൽഡിംഗ് എടുക്കുകയാണെങ്കിലും എന്താ പറയാ, അതിനെതിരെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഏതൊരു കൺസ്ട്രക്ഷന്റെ ഇതായി കഴിഞ്ഞാലും പൊല്യൂഷൻ ഉണ്ടാവോ, എത്രത്തോളം അത് പബ്ലിക്കിനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ, നമ്മളൊരു ഫ്ലാറ്റോ എന്ത് കാര്യം എടുക്കുമ്പോൾ നമ്മളെന്താ അതിന് ചുറ്റുമുള്ള സംഭവ സാമഗ്രികളൊക്കെ എന്ത് ചെയ്യും, ഇവർ കൺസിഡർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, റിവർ സൈഡിലാണ് നമ്മളൊരു റിസോർട്ട് പണിയുന്നതെങ്കിൽ അത് റിവറിന് എത്രത്തോളം എഫക്ട് ചെയ്യും എന്നുള്ള കാര്യമൊക്കെ നോക്കിയിട്ട് മാത്രമേ അവിടെ കൺസ്ട്രക്ഷൻ നടത്തത്തുള്ളൂ. അപ്പൊ ഫ്ലാറ്റിന്റെ കേസിലാവുമ്പോൾ അങ്ങനെയുള്ള ഫ്ലാറ്റുകളൊക്കെ പൊളിച്ചു മാറ്റിയതൊക്കെ നമ്മളിപ്പം കണ്ടിട്ടുണ്ട് ഈയിടെയായിട്ട്. സോ അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാല് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിനെ എത്രത്തോളം ബാധിക്കും എന്നുള്ളതൊക്കെ നോക്കിയിട്ട് മാത്രമേ പ്ലാനിങ് ചെയ്യത്തുള്ളൂ. സോ മോണിറ്ററിംഗ് പൊല്യൂഷൻ ആൻഡ് അഡോപ്റ്റിംഗ് കൺട്രോൾ മെഷർ. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനെതിരെ കൺട്രോൾ മെഷേഴ്സ് ഒക്കെ കൊടുത്തിട്ട് മാത്രമേ ബിൽഡ് ചെയ്യാൻ പാടുള്ളൂ. സോ റീഹാബിലിറ്റേഷൻ ആൻഡ് റീബിൽഡിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ്. അവസാനം പറഞ്ഞ പോയിന്റ്, റീഹാബിലിറ്റേഷൻ ആൻഡ് റീബിൽഡിംഗ് ഓഫ് സ്ട്രക്ചേഴ്സ്. എഴുതിയോ? നിങ്ങൾ ഈ ഷോർട്ട് നോട്ട് എഴുതിക്കോട്ടെ. കാരണം ഞാൻ തരാൻ പോകുന്ന ഇനി
റിട്ടൺ നോട്ട് എന്ന് വെച്ചാൽ അത്യാവശ്യമുണ്ട്. അപ്പൊ അതിരുന്ന് വായിക്കുമ്പോഴേക്ക് നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കും. ഈ ഷോർട്ട് നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം ടൈമിൽ പെട്ടെന്ന് അത് വായിച്ച് പോയിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഇതൊന്ന് അത്യാവശ്യം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതി വെക്കാൻ പറ്റും. ഓക്കെ അല്ലേ? റോൾ ഓഫ് സിവിൽ എഞ്ചിനീയേഴ്സ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഓക്കെ അല്ലേ? Yes. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ഇമ്പാക്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഓഫ് എ കൺട്രി ആണ്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും. ബിക്കോസ് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്നുള്ളൊരു പോയിന്റ്സ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ്സ് വെച്ചിട്ട് ഇതൊക്കെ കൊണ്ട് നമ്മുടെ കൺട്രിയിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് അല്ലെ എന്തൊക്കെ മാറ്റാണ് വരുന്നത് എന്നുള്ള കാര്യമാണ് പറയേണ്ടത് ഈ പോയിന്റിൽ. അപ്പൊ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്തൊക്കെ മാറ്റാണ് വരുന്നത്. ഫസ്റ്റ് പോയിന്റ് നമ്മൾ റെസിഡൻസിനെ പറ്റിയിട്ടും ബിൽഡിങ്സിനെ പറ്റിയിട്ടുമാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള റെസിഡൻസും ബിൽഡിങ്സും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഫെസിലിറ്റി അവിടെ നമുക്ക് ഉണ്ടാവും. ഫസ്റ്റ് പോയിന്റ് വെച്ചിട്ട് നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. എങ്ങനെങ്കിലും രീതിയിൽ ബിൽഡിംഗ് പണിതിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൊണ്ട് അത് പൊട്ടിപ്പൊളിഞ്ഞ് വീഴും അല്ലെ. അതേസമയം നമ്മൾ പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത് ഒരു ഹൗസ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ മെയിൻ ആയിട്ട് ഒരു ഹൗസ് ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കംഫർട്ടബിലിറ്റി ആണ് നമ്മൾ ഫസ്റ്റ് തന്നെ പ്രയോറിറ്റി കൊടുക്കുക അല്ലെ. അപ്പം ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ഹൗസിംഗ് ഫെസിലിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പോയിന്റ്സ് എഴുതിയെടുക്കുക. ഞാൻ അതിനാണ് ടൈം വരുന്നത്. ഹെൽത്തി ആൻഡ് കംഫർട്ടബിൾ ഹൗസിംഗ് ഫെസിലിറ്റി. ഇനി രണ്ടാമത്തതോ ഇംപ്രൂവ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. ഓക്കെ, അതായത് നമ്മൾ ട്രാൻസ്പോർട്ടേഷന്റെ കേസ് റോഡ്, റെയിൽവേസ്, എയർപോർട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ആ ഒരു സ്ഥലത്തുള്ള ആ ഒരു കൺട്രിയിലുള്ള കമ്മ്യൂണിക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ഇംപ്രൂവ് ചെയ്യും. ഓക്കെ, ഇംപ്രൂവ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിൽ പറയുന്നത്. അത്രയും വ്യത്യാസമൊന്നും. ഇംപ്രൂവ്മെന്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. പിന്നെ ഇപ്പൊ വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേനൽക്കാലത്തും വെള്ളം കിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു നമുക്ക് ഡ്രോട്ട് ആൻഡ് ഫ്ലഡ് വേണമെങ്കിൽ ഡ്രോട്ട് ആസ് വെൽ എസ് ഫ്ലഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഓവർകം ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രൊട്ടക്ഷൻ ഫ്രം ഡ്രോട്ട്, ഫ്ലഡ് എക്സെട്ര. ഡ്രോട്ടിനും ഫ്ലഡിനും ഒക്കെ നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടും. ഇതുപോലെ വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ ഉണ്ടെങ്കിൽ വേണ്ട സ്ഥലത്തേക്ക്, അതായത് ഉള്ള സ്ഥലത്തുനിന്ന് ഇല്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ബാലൻസ്ഡ് സ്റ്റേറ്റ് ആയി. അത്രമാത്രം ചിന്തിച്ചാൽ മതി. ഓക്കെ, ഡ്രോട്ട്, ഫ്ലഡ് ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ദെൻ ഈ ഡാം സ്ട്രക്ചേഴ്സ് ഒക്കെ ബിൽഡ് ചെയ്യുന്നതിനെ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. സോ ജനറേഷൻ ഓഫ് ഇലക്ട്രിസിറ്റി അതെന്ന് വെച്ച് കഴിഞ്ഞാല് ഡാം സ്ട്രക്ചേഴ്സ്, അതായത് നമ്മൾ റിവർ അക്രോസ് ഡാം സ്ട്രക്ചേഴ്സ് ബിൽഡ് ചെയ്താൽ മാത്രമല്ല നമുക്ക് പല രീതിയിലും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ്സ് ഉണ്ട്, ന്യൂക്ലിയർ പവർ പ്ലാന്റ്സ് ഉണ്ട്, തെർമൽ പവർ പ്ലാന്റ്സ് ഉണ്ട്, സോളാർ, വിൻഡ്, അങ്ങനെ പല രീതിയിലുള്ള പവർ പ്ലാന്റ്സും നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഇലക്ട്രിസിറ്റി പല രീതിയിൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്തായിരിക്കും പോയിന്റ്? നിങ്ങൾ നേരത്തെ പോയിന്റ് വെച്ചിട്ടൊന്ന് പറഞ്ഞേ, ആദ്യം എഴുതിയ പോയിന്റ്സ് വെച്ചിട്ട്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലൊരു പോയിന്റ് നോക്കി നിങ്ങള് അഗ്രികൾച്ചറലും അതുപോലെ എങ്ങനെ ഹെൽത്തി എൻവയോൺമെന്റ്, പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹെൽത്തി എൻവയോൺമെന്റ്. അതുപോലെ തന്നെ അഗ്രികൾച്ചറലിന് വേണ്ടിയിട്ടും അതുപോലെ ഹൗസിംഗ്
ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാട്ടർ സപ്ലൈ ചെയ്യുന്നില്ല. അഗ്രികൾച്ചറിന് വേണ്ടി വാട്ടർ സപ്ലൈ ചെയ്താൽ അവിടെ എന്താ നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? നമ്മുടെ രാജ്യത്തിന് എന്താ ബെനിഫിറ്റ് ഉണ്ടാവുന്നത്? വാട്ടർ റിസോഴ്സിന് കുഴപ്പമൊന്നുമില്ല. യെസ്, അതായത് ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ ഉണ്ടാവില്ലേ? ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. അപ്പൊ അത് പറഞ്ഞൂടെ? ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ. പിന്നെ പറഞ്ഞു വേസ്റ്റ് ഡിസ്പോസൽ ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ്? സേഫ് ആയിരിക്കും. സേഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഡിസ്പോസൽ സേഫ് ആയിരിക്കും. അതുപോലെ തന്നെ വാട്ടർ സപ്ലൈന്റെ കീഴിലാണ് നെക്സ്റ്റ് പറയുന്നത് സേഫ് ഡൊമസ്റ്റിക് ആൻഡ് ഇൻഡസ്ട്രിയൽ വാട്ടർ സപ്ലൈ. അത് ഓൾറെഡി പറഞ്ഞല്ലോ. ഓക്കെ. സേഫ് ആൻഡ് സയന്റിഫിക് വേസ്റ്റ് ഡിസ്പോസൽ. വാട്ടർ സപ്ലൈ ആയാലും വേസ്റ്റ് ഡിസ്പോസൽ ആയാലും സേഫ് ആൻഡ് സയന്റിഫിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എക്സാമിന് എല്ലാ പോയിന്റ് ഒന്നും എഴുതേണ്ടി വരില്ലല്ലോ, 2-3 അതേപോലെ. എക്സാമിനോ? അത് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. 2-3 പോയിന്റ് എഴുതിയാൽ നിനക്ക് അതിനനുസരിച്ച് മാർക്ക് കിട്ടും. ഈ പോയിന്റ്സ് ഒക്കെ എഴുതി വെക്കുന്നതിൽ എന്താണോ ബുദ്ധിമുട്ട്? ടഫ് ഒന്നും അല്ലല്ലോ, സിമ്പിൾ അല്ലേ? 3 മാർക്കെല്ലാം ചോദിച്ചാൽ 3 മാർക്കിന് ചോദിച്ചാലോ? 3 മാർക്കിന് ചോദിച്ചാൽ അതിനനുസരിച്ചിട്ട് എഴുതി വെച്ചാൽ മതി. 6 പോയിന്റ് എഴുതിയാൽ മതി. എങ്ങനെ? 6 പോയിന്റ് എഴുതിയാൽ മതി 3 മാർക്കിന്. ഒരു 6 പോയിന്റ് ഒക്കെ എഴുതിയാൽ മതി. ഈ രണ്ടിനും ഒരേ നോട്ടം മതിയല്ലേ? മെക്കാനിക്കലിനും സിവിലിനും ബാക്കിലായിട്ട് എഴുതിയാൽ മതി. മതി. ഒരൊറ്റ നോട്ട് മതി. ഓക്കെ, ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു അമേരിക്ക ചിന്തിക്കുന്ന പോലെയല്ല നമുക്ക് ഇന്ത്യനെ കുറിച്ച് ഒരു ഇമേജ് കിട്ടുക അല്ലെ? അത് രണ്ടും വ്യത്യാസമുണ്ട്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ന് പറയുന്നത് ഇന്ത്യനെ അപേക്ഷിച്ചിട്ടും അതുപോലെ അമേരിക്കനെ അപേക്ഷിച്ചിട്ടും ഡിഫറെന്റ് ആണ്. സോ എന്താണ്? ഇംപ്രൂവ്ഡ് വെൽത്ത്, പ്രോസ്പെരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ്. വെൽത്ത്, പ്രോസ്പെരിറ്റി അതുപോലെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യും. അപ്പൊ അത് നമുക്ക് പറയാം നെക്സ്റ്റ് പോയിന്റ് ആയിട്ട്. ഇങ്ങനെയൊക്കെ ഇതൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് എന്താ? ഓവറോൾ ഗ്രോത്ത് ഓഫ് ദ സിറ്റി വിൽ ഇംപ്രൂവ്ഡ് ആണ്. അപ്പൊ നമുക്കത് പോയിന്റ് പറയാം. ഓവറോൾ ഗ്രോത്ത് ഓഫ് ദി നേഷൻ. ഓവറോൾ ഗ്രോത്ത് ഓഫ് ദി നേഷൻ. ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ്, നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ കിട്ടുന്ന കുഞ്ഞു പോയിന്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഇതുവരെയുള്ളത് ഓക്കെ അല്ലേ? ഓക്കെ. ഇനി വെച്ച് കഴിഞ്ഞാല് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ഇൻ എൻഷുറിങ് ദി സേഫ്റ്റി ഓഫ് ബിൽറ്റ് എൻവയോൺമെന്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സൈറ്റിൽ പോയിട്ട് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡിസൈനിങ്ങോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു ബിൽഡിംഗ് ബിൽഡപ്പ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു സ്ഥലത്ത് എന്തൊക്കെ രീതിയിലുള്ള സേഫ്റ്റിയാണ് ആ ഒരു എഞ്ചിനീയറെ എൻഷുർ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്തൊക്കെ നോക്കണം. അവസാനം ആ വീടിന്റെ താക്കോല് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കോമൺ ആയിട്ടുള്ള ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദറ്റ് പ്രോജക്ട് എൻഷുർ ദാറ്റ് ഓൾ ദി ഇൻസ്റ്റാളേഷൻ ഇൻക്ലൂഡിംഗ് മെഷീനറീസ്, ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഹാവ് മെറ്റ് ദ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ആണ്. അതായത് അവസാനം ആ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ രീതിയിലുള്ള മെഷീനറീസ്, ഇപ്പൊ ആ ഒരു ബിൽഡിങ്ങിലുള്ള എല്ലാ രീതിയിലുള്ള മെഷീനറീസ്, അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഇലക്ട്രിക്കൽ അപ്ലയൻസസ് അത് എത്രത്തോളമാണ് സേഫ്റ്റി പറയുന്നത്. അപ്പൊ ആ ഇലക്ട്രിക്കൽ അപ്ലയൻസിന് എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്നുള്ള രീതിയിലായിരിക്കുമല്ലോ നമ്മൾ പ്രിഫർ ചെയ്തിട്ടുണ്ടാവും ആ ഒരു ഇലക്ട്രിക് അപ്ലയൻസ് അല്ലെ മെഷീനറി എന്ന് പറയുന്നത്. അത് എത്രത്തോളം അതിന്റെ സ്റ്റാൻഡേർഡിൽ ആ ഒരു സ്റ്റാൻഡേർഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് തന്നെ അതൊന്ന് ജസ്റ്റ് വർക്ക് ചെയ്ത് നോക്കണം എത്രത്തോളം അത് സ്റ്റാൻഡേർഡ്, എത്രത്തോളം അതിന് സേഫ്റ്റി ഉണ്ട്, അതിന്റെ സ്റ്റാൻഡേർഡ് സ്പെസിഫൈഡ് ചെയ്ത പോലെ തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എഞ്ചിനീയേഴ്സ് എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിന്റെയും മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന്റെ ഒക്കെ ഹെൽപ്പിലൊക്കെ തന്നെയാണ് ഇത് ചെയ്യുന്നത്.
Okay. So this is the first point. After the completion of the project, ensure that all the installation, including machineries, electrical appliances, have met the safety standards specified on. Okay. Then identify any safety lapses in construction like unguarded openings of ducts and ensure that those are corrected on. അതായത് ഇപ്പൊ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീട് ഉണ്ടാക്കുന്ന സമയത്ത് കുറെ ഡക്റ്റ് എന്ന് വെച്ചാൽ കുഴികൾ ഉണ്ടാക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ്? ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് ഡിസ്പോസലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മള് ടോയ്ലറ്റിൽ നിന്ന് വരുന്ന വേസ്റ്റസ്. ഓക്കെ. അപ്പൊ സെപ്റ്റിക് ടാങ്കുകൾ, അങ്ങനത്തെ കുറെ ഡക്റ്റുകൾ, പിന്നെ മഴക്കുഴികൾ, റെയിൻ വാട്ടർ പിറ്റുകൾ, അതൊക്കെ കുറെ ഉണ്ടാക്കും. അപ്പൊ അതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടിട്ടുണ്ട് മുകളിൽ ഒരു സ്ലാബ് ഇട്ട് അത് മൂടും. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കാതെ എന്തെങ്കിലും രീതി നമ്മൾ നടന്നു പോകുന്ന സമയത്ത് അതിലേക്ക് വീഴും. സോ അതൊരു അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ സേഫ്റ്റി മെഷർ ആയിട്ട് അതിന് ചുറ്റുമായിട്ട് ഒരു ഗാർഡ്, അല്ലെങ്കിൽ അതിനൊരു എന്താ പറയാ, ക്ലോസ്ഡ് ആക്കും, അല്ലെ എന്തെങ്കിലും ഒരു സ്ലാബ് വെച്ച് അത് എപ്പോഴും ക്ലോസ്ഡ് ആക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. എല്ലാ കുഴികളും അടച്ചിട്ടുണ്ടോ എന്നുള്ളതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ ചെയ്യണം. ഓക്കെ. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ് പറയുന്നത്. അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം. Then hand over all the documentation of all installation in the building with specific safety remarks ആണ്. നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള ബിൽഡിങ്ങിൽ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തോ അതിന്റെ എല്ലാത്തിന്റെയും ഡോക്യുമെന്റേഷൻ ഓഫ് ഓൾ ഇൻസ്റ്റാളേഷൻസ് ഇൻ ദി ബിൽഡിംഗ് വിത്ത് സ്പെസിഫിക് സേഫ്റ്റി റിമാർക്സ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്തോ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സേഫ്റ്റി റിമാർക്സ് ഉണ്ടായിരിക്കണം, അതിനൊരു ഡോക്യുമെന്റേഷൻ ഉണ്ടായിരിക്കണം. ഇതിന് ഇത്രത്തോളം വാറണ്ടി, ഇപ്പോൾ നമ്മൾ എന്തൊരു അപ്ലയൻസസ് വാങ്ങുന്ന സമയത്ത് അതിന് വാറണ്ടി ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ എന്തൊരു സാധനം അതിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിലും, ഐ മീൻ അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹൗസിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഇത്തരത്തിലുള്ള സേഫ്റ്റിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്തിരിക്കണം. അത് നമ്മൾ സിവിൽ എഞ്ചിനീയേഴ്സ് ആയിരിക്കണം എൻഷുർ ചെയ്യേണ്ടിയിരിക്കുന്നത്. അത് നമ്മൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ എഞ്ചിനീയേഴ്സ്. ഓക്കെ. എൻഷുർ ഓൾ വാർണിംഗ് ഇൻസ്ട്രക്ഷൻ ഡിസ്പ്ലേഡ് ഇൻ പ്ലേസ് ആൻഡ് ലെജിബിൾ ആണ്. ഇപ്പൊ നമ്മൾ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വാർണിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വെക്കും. ഇപ്പൊ റോഡിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ സമയത്ത് നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാവും, റോഡ് ക്ലോസ്ഡ്, അല്ലെങ്കിൽ ഇതുവഴി പോകുന്ന മെല്ലെ പോവുക, ഗോ സ്ലോ എന്ന് വല്ലതും പറഞ്ഞിട്ട് അങ്ങനെ ഒരു വാർണിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? അതൊക്കെ എൻഷുർ ചെയ്യണം ആ കൺസ്ട്രക്ഷന്റെ സമയത്ത്. സോ ആ ഒരു കാര്യമാണ് ആ ഒരു പോയിന്റ് വെച്ച് പറയുന്നത്. Okay. Hand over the periodical maintenance schedule, especially firefighting equipments, etc., to ensure the proper functioning of facilities ആണ്. ഇപ്പൊ നമ്മൾ കഴിഞ്ഞതിനൊക്കെ പറഞ്ഞു, നമ്മൾ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാലും അത് അവിടെ കഴിഞ്ഞില്ല, അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ ഒരു പാർട്ട് വരുന്നുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ബിൽഡിംഗ് എന്ത് ചെയ്യും? ഡിറ്റീരിയേറ്റ് ചെയ്ത് പോകും, അല്ലെ? ഇതിനെന്തെങ്കിലും തരത്തിലുള്ള ക്രാക്സും ഡിസ്ട്രക്ഷൻസും ഒക്കെ വരും. അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം? അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഈ ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഒക്കെ, അതൊക്കെ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അതിന് യൂസ്ഫുൾനെസ് ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അത്രയും കാര്യം ജസ്റ്റ് നിങ്ങളൊരു ചെറിയ പോയിന്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക. അതായത് റെസ്പോൺസിബിലിറ്റി ഓഫ് എൻ എഞ്ചിനീയർ ഇൻ എൻഷുറിംഗ് ദി സേഫ്റ്റി ഓഫ് ബിൽറ്റ് എൻവയോൺമെന്റ്.
ഓക്കെ, നോട്ട് ഡൗൺ ചെയ്തോ? ഓക്കെ. നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതായത് സിവിൽ എഞ്ചിനീയറിംഗിന്റെ അടുത്ത് ബ്രാഞ്ചസ് ഏതൊക്കെയാണെന്നാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം അതിന്റെ മാസ്റ്റേഴ്സ് എടുക്കുന്ന സമയത്ത് അതിന്റെ ഓരോരോ ബ്രാഞ്ചസ് ആണ് നമ്മൾ എടുക്കാറ്. ഇപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് വെച്ചാൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ് ഞാൻ മാസ്റ്റേഴ്സ് ചെയ്തിരിക്കുന്നത്. സോ അതുപോലെ വേറെ കുറേ ബ്രാഞ്ചസ് ഉണ്ട്, കുറേ ഡിസിപ്ലിൻസ് ഉണ്ട്. ഏതൊക്കെയാന്ന് പറയാൻ പറ്റുമോ? അറിയോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? അറിയോ ഇല്ല. ആർക്കെങ്കിലും? ഇല്ല? ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഞാൻ പറഞ്ഞുതരാം. സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിങ്. ഓക്കെ, അതൊരു ഡിസിപ്ലിൻ ആണ്, അതൊരു ബ്രാഞ്ച് ആണ്. ദെൻ ഞാൻ പറഞ്ഞ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ദെൻ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, ദെൻ വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ്, ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്. ഓക്കെ, ഇത്രയും ആണ് മെയിൻ ആയിട്ടുള്ള ഡിസിപ്ലിൻസ് വരുന്നത്. അതായത് സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, വാട്ടർ റിസോഴ്സ്. ഇതില് നിങ്ങൾക്ക് ഇപ്പൊ വെച്ചാല് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രണ്ട് മൂന്നെണ്ണം ഉണ്ട്. ഈ മൂന്നെണ്ണം, ലാസ്റ്റത്തെ മൂന്നെണ്ണം നിങ്ങൾക്ക് ഏകദേശം പേര് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ അതിലെന്താണ് മെയിൻ ആയിട്ടുള്ള വാട്ടർ ബോഡീസ് അല്ലെങ്കിൽ ഈ ഒരു വാട്ടർ സപ്ലൈ സ്കീം ഒക്കെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ് തന്നെയാണ് പെടുന്നത്. ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ചുറ്റുമുള്ള പൊല്യൂഷൻ കൺട്രോളിങ്, ആ ഒരു കാര്യമൊക്കെ ഈ ഒരു എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് പെടുന്നത്. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൽ എന്തൊക്കെയായിരിക്കും പെടുക? അതൊക്കെ എന്തിലാണ്? ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. അതായത് റോഡ്, റെയിൽവേസ്, അങ്ങനെയുള്ള എല്ലാ രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അതൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിലാണ് വരുന്നത്. സർവേയിങ് ആൻഡ് റിമോട്ട് സെൻസിങ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഒരു പേര്? സർവേ ആ എവിടെയാ കേട്ടത്? നിങ്ങള് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഈ സ്ഥലമെല്ലാം നടക്കുന്നത്. അതന്നെയാണ് സർവേയിങ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഈ മാപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുന്നേ ആ സ്ഥലം പോയിട്ട് ആദ്യം അളക്കും, ആ സൈറ്റ് പോയിട്ട് ആ പ്ലോട്ടിന്റെ ഒരു അളവെടുക്കും, അല്ലെ? പിന്നെ അതിനുശേഷമാണ് നമ്മൾ പ്ലാൻ ഒക്കെ ഡ്രോയിങ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആ ഒരു പ്ലോട്ടിന്റെ ആ ഒരു അളവെടുക്കല്, അതിനെ തന്നെയാണ് നമ്മൾ സർവേയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ വെച്ചിട്ട് ഈ റോഡിന്റെ ഒക്കെ സൈഡിലൊക്കെ കൺസ്ട്രക്ഷൻ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിലൂടെ ഇങ്ങനെ നോക്കുന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഇൻസ്ട്രുമെന്റിന്റെ ഹെൽപ്പോട് കൂടെ ഒക്കെ തന്നെയാണ് നമ്മൾ അതിന്റെ പോയിന്റ്സും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതൊക്കെ, അതിന്റെ ലെവലിംഗ് ഒക്കെ. അത് ഇത് വെച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ പ്ലോട്ടിന്റെ ഏരിയ അല്ല അളക്കുന്നത്. ഇത് വെച്ച് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ എലിവേഷൻ ആണ് അളക്കുന്നത്. ഓക്കെ, എലിവേഷൻ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേർഡ് ആയതുകൊണ്ടാണ് ഞാൻ എലിവേഷൻ എന്ന് വെച്ച് പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം, ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. തന്നെ ഇത് കണ്ടിട്ടുണ്ടോ? ചെയിന് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഫിലിമിലൊക്കെ കണ്ടിട്ടില്ലേ? വീടൊക്കെ പാർട്ടീഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ആ ഒരു സീനാണ് നമുക്ക് കാണുക ഫിലിമിലൊക്കെ, അല്ലെ? ചെയിൻ അങ്ങ് വലിച്ചെറിഞ്ഞ്, ഈ ചെയിൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഗ്രൗണ്ടിന്റെ ലെങ്ത് ഒക്കെ അളക്കുക. മനസ്സിലായോ? അപ്പൊ ചെയിനാണ് മെയിൻ ആയിട്ട്. ചെയിനും യൂസ് ചെയ്യും, ടാപ്പും യൂസ് ചെയ്യും. ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെങ്ത് ഇയർ ആയതുകൊണ്ട് നമ്മൾ വലിയ ഇതൊക്കെ അളക്കുമ്പോൾ ചെയിനാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തായാലും ചെയ്യാണ്ട്, ലാബിൽ ചെയ്യാണ്ട്, അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഫെമിലിയർ ആവും. ഓക്കെ, സോ നിങ്ങൾ ഫസ്റ്റ് തന്നെ ഹെഡിങ് കൊടുക്കാം, മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. മേജർ ഡിസിപ്ലിൻസ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, എന്നിട്ട് ഈ ഒരു ഡിസിപ്ലിൻസ് എഴുതി വെക്കാം. ഇപ്പം പറഞ്ഞ സാധനം ട്രാൻസ്പോർട്ടിൽ വരൂല, റോഡെല്ലാം പണിയെടുക്കുന്നുണ്ട്. ട്രാൻസ്പോർട്ടേഷനിലോ? റോഡിനല്ലേ ഇതെല്ലാം റോഡിന്റെ ആ കേസിൽ ശരിക്കും നമ്മൾ അത് റോഡിന്റെ കൺസ്ട്രക്ഷന്റെ സമയത്ത് ചെയ്യുന്നുണ്ടെങ്കിലും അത് സെപ്പറേറ്റ് ആയിട്ടാണ്. അതായത് എല്ലാത്തിലും അത് പെടും. റോഡിന്റെ മാത്രമായിട്ടല്ല, റോഡ് ട്രാൻസ്പോർട്ടേഷനിൽ മാത്രമല്ലല്ലോ നമ്മൾ സർവേയും ചെയ്യുന്നത്. വീടിന്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുന്നില്ലേ? അപ്പൊ അതിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലല്ലോ വീട് എന്ന് പറയുന്നത്.
അപ്പൊ അത് പെടുത്താൻ പറ്റൂലല്ലോ, എല്ലാത്തിലും വരുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പൊ അത് എന്ന് പറഞ്ഞിട്ട് ബ്രാഞ്ച് ശരിക്കൂല കേട്ടോ, സർവേയിങ്ങിന്റെ ബ്രാഞ്ച് എന്ന് പറഞ്ഞിട്ടില്ല, ഡിസിപ്ലിനിൽ പെടുന്നേന്നേ ഉള്ളൂ. ബ്രാഞ്ചസ് എന്ന് പറയുന്നത് സ്ട്രക്ചറൽ, ജിയോ ടെക്നിക്കൽ, വാട്ടർ റിസോഴ്സ്, എൻവയോൺമെന്റൽ, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ് ഉള്ളൂ. ഇതൊരു ബ്രാഞ്ച് ആയിട്ട് നമ്മൾ കണക്കാക്കില്ല സിവിൽ എഞ്ചിനീയറിംഗിന്റെ. അതായത് അതിന്റെ മാസ്റ്റേഴ്സ് ഇല്ല. ക്ലിയർ ആയോ പറഞ്ഞത്? ക്ലിയർ ആയി. ഓക്കെ. നമ്മളിപ്പോ ഈ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗിലൊക്കെ ശരിക്കും സർവേയിങ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ സർവേയിങ് എന്ന് പറയുന്നത് സെപ്പറേറ്റഡ് അല്ല, എല്ലാത്തിലും കോമൺ ആയിട്ട് പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് പ്രത്യേക ഒരു ബ്രാഞ്ച് അല്ല. ജസ്റ്റ് ഈ ഒരു ഹെഡിങ് എഴുതിയെടുത്തിട്ട് നമുക്ക് ഓരോന്നിനും ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ജസ്റ്റ് ഇതിന്റെ ഫസ്റ്റ് പേര് എഴുതിയിട്ട് ബാക്കിയൊക്കെ ഇങ്ങനെ 2 ഡോട്ട് ഇട്ടാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് വൺ, സർവേയിങ്. ഡിറ്റർമൈൻ ദ പൊസിഷൻ ഓഫ് പോയിന്റ്സ് ഓൺ, above or below surface of the earth by means of direct or indirect measurements of distances, elevations and directions ആണ്. അതായത് നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കറിയാം, നമ്മുടെ ഗ്രൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ലെവൽഡ് ആയിട്ടുള്ള സർഫസ് അല്ല, ലെവൽ ആയിട്ടുള്ള സർഫസ് അല്ല. നമ്മുടെ ഗ്രൗണ്ട് ജസ്റ്റ് നമ്മളൊരു പാതി മുറിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ നോക്കുമ്പോ എങ്ങനെയായിരിക്കും, ഞാനത് മുറിച്ചിട്ടുള്ള ഒരു ക്രോസ് സെക്ഷൻ കാണിക്കുകയായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ ഗ്രൗണ്ട് ഉണ്ടാവും. ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ അല്ല നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് സീ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, മീൻ സീ ലെവൽ എന്ന് പറയും അതിന്. മീൻ സീ ലെവൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാല് അവിടെ ഇങ്ങനെ അത് ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ പേര് എഴുതി വെക്കുന്ന ആ ഒരു ബോർഡിന്റെ താഴത്തായിട്ട് മീൻ സീ ലെവൽ എന്ന് പറഞ്ഞിട്ട് റെഡിൽ കാണിച്ചിട്ടുണ്ടാവും, ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട്. ശ്രദ്ധിക്കുക, ഇനി പോകുമ്പോൾ ശ്രദ്ധിക്കാം. അപ്പൊ ഈ മീൻ സീ ലെവലിന്റെ പ്രത്യേകത വെച്ചാൽ അത് ലെവൽഡ് സർഫസ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഏതെങ്കിലും ഒരു ലെവൽഡ് സർഫസ് ഡാറ്റം ആയിട്ട് എടുത്തിട്ട്, ഡാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ലൈനെയാണ് നമ്മൾ ഡാറ്റം എന്ന് വിളിക്കുന്നത്, റെഫറൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോ ഒറിജിൻ ഒക്കെ എടുക്കുന്നില്ല, അതുപോലെ അങ്ങനെ ആ ഒരു രീതിയിൽ ചിന്തിക്കാം. അപ്പൊ അങ്ങനെ നമ്മൾ ലെവൽഡ് ആയിട്ടുള്ള ഒരു സർഫസ് റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് ഈ ഗ്രൗണ്ടിൽ ഓരോ പോയിന്റ്സും എത്ര ഹൈറ്റിലാണ്, നമുക്ക് അതിന്റെ എലിവേഷൻ എത്രയാണെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഓരോ പോയിന്റ്സിന്റെയും എലിവേഷൻസും അതുപോലെ തന്നെ അതിന്റെ ഡിസ്റ്റൻസും മെഷർ ചെയ്യുന്നതൊക്കെ എന്തിലാണ്, സർവേയിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഇത് വായിച്ചു നോക്കിയേ. ഡിറ്റർമൈൻ ദ പൊസിഷൻസ് ഓഫ് ദ പോയിന്റ്സ്. അതുപോലെ തന്നെ ഈ പോയിന്റ്സിന്റെ ഒക്കെ പൊസിഷൻസ് നമുക്ക് പറയാൻ പറ്റും. ഒരു റെഫറൻസ് പോയിന്റ് വെച്ചിട്ട് ഈ ഒരു പോയിന്റ് ആ റെഫറൻസ് പോയിന്റിന് എത്ര ഡിസ്റ്റൻസിലാണ്. ഓക്കെ, ഓരോ പോയിന്റ്സും ഈ ഒരു റെഫറൻസ് പോയിന്റ് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഡിസ്റ്റൻസ് വ്യത്യാസമില്ലേ, അപ്പൊ അങ്ങനെ നമുക്ക് ഡിസ്റ്റൻസ് പറയാൻ പറ്റും ആ പോയിന്റ്സിന്റെ. എബോവ് ഓർ ബിലോ സർഫസ് ഓഫ് ദി എർത്തിന്റെ ഇപ്പൊ നമ്മൾ റെഫറൻസ് ഡാറ്റ എടുക്കുകയാണെങ്കിൽ അതിന്റെ ബിലോ ആണോ അല്ലെങ്കിൽ എബോവ് ആണോ, അതൊക്കെ നമുക്ക് ആ ഒരു പോയിന്റ്സ് എവിടെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അത് വെച്ചാൽ ഡയറക്റ്റ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ്. ഡയറക്റ്റ് മെഷർമെന്റ്സ് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് വെച്ച് നമുക്ക് ഡയറക്റ്റ് മെഷർ ചെയ്യാം, അല്ലെങ്കിൽ വല്ല ഇതെന്ന് വെച്ചാൽ 1-2 പോയിന്റ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമുക്ക് വല്ല കാൽക്കുലേഷൻസ് വെച്ചിട്ട് ഇൻഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മൾ മാത്തമെറ്റിക്സ് തന്നെ 2 സൈഡും ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടുപിടിക്കുന്നില്ലേ, അതുപോലെ തന്നെ അത് ഇൻഡയറക്ട്ലി നമ്മൾ മെഷർ ചെയ്യുന്നല്ലേ. അങ്ങനെ ഇപ്പൊ ഡയറക്റ്റ് നമുക്ക് മെഷർ ചെയ്യാം, ഇൻഡയറക്ട്ലി മെഷർ ചെയ്യാം. ഓഫ് ഡിസ്റ്റൻസസ്, എലിവേഷൻ, ആ ഒരു പോയിന്റിന്റെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യാം, എലിവേഷൻ മെഷർ ചെയ്യാം, ഡയറക്ഷൻ മെഷർ ചെയ്യാം. ഇപ്പൊ ഞാൻ പറയുന്ന സമയത്ത് അത് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് നിങ്ങൾ തലമുന്നാക്കേണ്ട. അത് നിങ്ങൾ എന്തായാലും ലാബ് ചെയ്യും, അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും അതെങ്ങനെയാണ് ഓരോ പോയിന്റ്സിന്റെയും മെഷർ ചെയ്യുന്നതെന്നുള്ളത്. ഇങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളത് മാത്രം നിങ്ങൾ ചിന്തിക്കാം. ഓക്കെ, അധികമായിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഒരു ഈവൻ സർഫസ് അല്ല, അൺഈവൺ ആണ് അല്ലെ. അതെന്ന് വെച്ചാൽ കുറെ അണ്ടുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ ഷേപ്പ് ഒക്കെ പോകുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു സർഫസ് ഇപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളടുത്ത് നമ്മുടെ കോളേജിന്റെ ഗ്രൗണ്ട് ലെവല് നിങ്ങളൊന്ന് വരയ്ക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്ങനെയാ ചെയ്യാ? നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റത്തില്ല, ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. കാരണം ഒരു ഗ്രൗണ്ട് സർഫസ് ഈവൺ അല്ല, നമ്മൾ ഈവൺ ആക്കുന്നതാണ്.
അല്ലെ? അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതിന്റെ ആ ഒരു അണ്ടുലേഷൻ ഒക്കെ വെച്ചിട്ട് വരക്കണമെങ്കിൽ എനിക്ക് അതിൽ ഓരോ പോയിന്റ്സും പോയിട്ട് എന്ത് ചെയ്യണം, മെഷർ ചെയ്യണം. എന്നാൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ആ ഓരോ പോയിന്റ്സും മാർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഗ്രൗണ്ടിന് ഇപ്പൊ ഞാൻ അതിന്റെ പ്ലാൻ കാണിക്കുകയാണ്. അതായത് ടോപ്പിൽ നിന്ന് നമ്മൾ ആ ഗ്രൗണ്ട് നോക്കുകയാണ്. ഇപ്പൊ ടോപ്പ് വ്യൂ നമ്മൾ നോക്കുകയാണ്, നമ്മുടെ കോളേജിന്റെ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ അതിലെന്ത് ചെയ്യും, ഞാൻ കുറേ അതിന് ഏരിയ ആയിട്ട് ഡിവൈഡ് ഒക്കെ ചെയ്യും. ഏരിയ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഞാൻ ഓരോ പോയിന്റ്സിനെ എന്ത് ചെയ്യും, പോയിട്ട് മെഷർ ചെയ്യും. ചെറിയ ചെറിയ ഏരിയ ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഓരോ പോയിന്റ്സും എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ പോയിന്റ്സും മെഷർ ചെയ്തിട്ട് ആ ഒരു പോയിന്റിന്റെ ഇപ്പൊ എനിക്ക് അതിന്റെ ക്രോസ് സെക്ഷൻ, അതായത് ഇവിടെ നിന്നുള്ള ഒരു ക്രോസ് സെക്ഷൻ ആണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തിട്ട് അതിന് നമ്മൾ എലിവേഷൻ കാണും. നിങ്ങൾ ഗ്രാഫിക്സ് പഠിച്ചല്ലേ, അതിന്റെ എലിവേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അങ്ങനെ എലിവേഷൻ എനിക്ക് വരക്കുന്ന സമയത്ത് ഒരിക്കലും ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കില്ല എലിവേഷൻ എന്ന് പറയുന്നത്, അല്ലെ? എന്തെങ്കിലുമൊക്കെ അണ്ടുലേഷൻ ഉണ്ടോ? അപ്പൊ അതങ്ങനെ നമ്മൾ വരക്കണമെങ്കിൽ ആ ഒരു പോയിന്റ് ഒരു റെഫറൻസ് ലൈൻ, അതായത് സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എത്ര, ഒരു റെഫറൻസ് ആയിട്ട് നമ്മളൊരു കോമൺ ആയിട്ടുള്ള ഒരു ഡാറ്റ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റെഫറൻസ് ലൈനിന് എത്ര ഹൈറ്റിലാണ്, അപ്പൊ ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു ഒറിജിൻ എടുക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു ഒറിജിൻ എടുക്കുകയാണെങ്കിൽ അതിന്ന് എത്ര ഡിസ്റ്റൻസിലാണ്, ഇപ്പൊ ഇത് ഞാൻ എടുക്കുന്നത് ഫസ്റ്റ് എ എന്ന് പറയുന്ന പോയിന്റ്, രണ്ടാമത് ബി എന്ന് പറയുന്ന പോയിന്റ്, മൂന്നാമത് സി, ഡി, ഇ എന്ന് പറഞ്ഞിട്ട് എടുക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ ഒറിജിൻ എങ്കിൽ ഈ ഒറിജിൻ എ എന്നുള്ള ഡിസ്റ്റൻസും ബിയിലേക്കുള്ള ഡിസ്റ്റൻസ്, സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഡിഫറെന്റ് ആണ്. അപ്പൊ അത് ഓരോന്ന് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓരോ പോയിന്റ്സ് എത്ര 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 ഡിസ്റ്റൻസിലാണെന്നുള്ളത് എനിക്ക് ഈ ചെയിന് വെച്ച് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെയിൻ അങ്ങ് വലിച്ചെറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എ ബി സി ഡി ഇ ആ ഓരോ പോയിന്റ്സിലേക്കുള്ള ഡിസ്റ്റൻസ് എനിക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഡിസ്റ്റൻസ് മെഷർ ചെയ്തു. ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ എലിവേഷൻ വരക്കുന്ന സമയത്ത് ആ ഒരു പോയിന്റ് എത്ര ഹൈറ്റിലാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്ര ഹൈറ്റിൽ നിന്നുള്ള എലിവേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ഇൻസ്ട്രുമെന്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്, ഡംബി ലെവൽ എന്നൊക്കെ പറയും. അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് നമുക്ക് യൂസ് ചെയ്തിട്ട് അതിന്റെ എലിവേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നില്ല, അതും കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും ചിലപ്പോൾ. അതെന്ന് വെച്ചാൽ നമുക്ക് ലാബ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്തായാലും പരിചയപ്പെടും. ഓക്കെ, അപ്പൊ ആ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ എലിവേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. കുറെ മെത്തേഡ്സ് ഒക്കെ ഉണ്ട് അതിന്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു പോയിന്റ് ഒരു പ്രത്യേക ഇതാണ് നമ്മുടെ ഡാറ്റം ലെവൽ എന്ന് വിചാരിക്കുക. ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഫറൻസ് ലൈൻ ആണ്. അപ്പൊ റെഫറൻസ് ലൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സോ ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് എ എന്ന് പറയുന്ന പോയിന്റ് എത്ര ഹൈറ്റിലാണ്, ഇപ്പൊ എ എന്ന് പറയുന്ന പോയിന്റിന്റെ ഹൈറ്റ് ആയിരിക്കില്ല ബി എന്ന് പറയുന്ന പോയിന്റിന്റെ ഹൈറ്റ്. ഓക്കെ, അത് കുറച്ചും കൂടെ വലുതായിരിക്കും. ഒറ്റ മിനിറ്റ്, ഞാൻ സ്ക്രീൻ ആക്കിയിട്ട് കാണിച്ചു തരാം. എ എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് ആയിരിക്കില്ല ബി എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്, കുറച്ചും കൂടെ വലുതായിരിക്കും. ഇപ്പൊ ബി എന്ന് പറയുന്നത് ഇത്ര, അപ്പൊ അതിന്റെ ഡിസ്റ്റൻസ് കിട്ടി, എയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി, ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് കിട്ടി. അതുപോലെ സിന്റെയും ഇതുപോലെ തന്നെ കണ്ടുപിടിക്കാം. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ ജോയിൻ ചെയ്ത് പോകുമ്പോൾ ഉള്ള അതായിരിക്കും എന്ത് ചെയ്യാം, ഈ ഗ്രൗണ്ടിന്റെ ഈ ഒരു അണ്ടുലേഷൻസ് ഒക്കെ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ സർവേയിങ്ങിലൂടെ അത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ ആണോ? എലിവേഷൻസും അതുപോലെ തന്നെ ഡിസ്റ്റൻസും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, എങ്ങനെ ക്ലിയർ ആയില്ല? മനസ്സിലായി. ആ, ഓക്കെ. അപ്പൊ ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ടൈം ആയല്ലോ. ആരും ലീവ് ചെയ്യല്ല, ഞാനൊന്ന് അറ്റൻഡൻസ് എടുക്കട്ടെ.